ഹായ് എവ്രി വൺ, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ടെർമിനൽ 21 മോളിൽ നിന്ന് ഇനി റൂമിൽ പോകാമെന്ന് പറഞ്ഞാണ് വ്ലോഗ് അവസാനിപ്പിച്ചത്. പക്ഷേ നമ്മൾ റൂമിലല്ല പോയത്. അവിടെ കുറേയും കൂടെ കറങ്ങിക്കണ്ട് 2 മോളിലും കയറി നൈറ്റ് മാർക്കറ്റ്സ് ഒക്കെ കണ്ട് പയ്യെ നടന്നാണ് നമ്മൾ അവസാനം വീട്ടിലെത്തിയത്. ഇതിപ്പോൾ ഏകദേശം ഒരു 9 മണി അടുത്തായി. ഈ സമയമായപ്പോൾ കയറിയതുപോലെയല്ല വെളിഭാഗം ഒന്നും കാണാൻ വേണ്ടിയിട്ട്. ടെർമിനൽ 21 കയറിയ സമയത്ത് ഇവിടെ ഒരു കടയോ ലൈറ്റ്സോ അങ്ങനെയൊന്നുമില്ല. ഇറങ്ങിയ സമയമായപ്പോഴത്തേക്കും എല്ലാം ഓണായി. പോകുന്ന വഴിക്ക് കണ്ട ഒരു ഫുഡ് സ്റ്റോളാണിത്. അത് ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. വേറെ മസാലാസ് ഒന്നുമില്ല. സാധാരണ ഉപ്പുപൊടി ആ മീനിൻ്റെ മുകളിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഗ്രില്ല് ചെയ്യും. ഗ്രില്ലായതിനു ശേഷം അത് അങ്ങനെ സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടെ സോസസും കാണും. നമ്മൾ ഗ്രില്ല് ചെയ്ത മീൻ സോസിനകത്ത് മുക്കി കഴിക്കണം. വേറെ മസാലാസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കണ്ടതാണ് ഈ ഫ്രൂട്ട് സ്റ്റോള്. അവിടെ ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുണ്ട്. അവിടുത്തെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് വെറുതെ പട്ടിണി കിടക്കേണ്ട ആവശ്യം വരില്ല. കാര്യം നമുക്ക് ഫ്രൂട്ട്സ് നല്ലോണം കിട്ടും. ഫ്രൂട്ട്സ് കഴിച്ചാണെങ്കിലും നമുക്ക് അവിടെ ജീവിക്കാം. പിന്നെ നമ്മൾ സെൻട്രൽ മറീന മോളിൽ കയറി. അവിടുന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കുകയും ചെയ്തില്ല, കഴിക്കുകയൊന്നും ചെയ്തില്ല. ജസ്റ്റ് എല്ലാ ഔട്ട്ലെറ്റ്സും കറങ്ങി കണ്ടതേ ഉള്ളായിരുന്നു. അവിടെ നിന്നൊരു റെഡ് കാറിൽ കയറി നമ്മൾ സെൻട്രൽ പട്ടായ മോളിലോട്ട് പോയി. നമ്മുടെ റൂമിൽ നിന്ന് നടക്കാമെന്നുള്ള ദൂരേ ഉള്ളൂ സെൻട്രൽ പട്ടായ മോളിലോട്ട്. അപ്പോൾ അവിടെ പോയാണ് ഷാസ്ക എപ്പോഴും ഡിന്നർ കഴിക്കുന്നത്. ഡിന്നർ കഴിക്കാൻ വയറ്റിലൊന്നും സ്ഥലമില്ല, പക്ഷേ എന്നാലും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുകയാണെങ്കിൽ കഴിക്കാമല്ലോ എന്ന് വെച്ച് പോകുന്നതാണ്. പിന്നെ അവിടെ നല്ല കാണാനുണ്ട്, അതൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞാണ് ഷാസ്ക കൊണ്ടുപോയത്. അധികം ട്രാഫിക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷേ ഇതിലും നല്ല ട്രാഫിക് ഉള്ള സമയം വരുന്ന ഷാസ്ക പറഞ്ഞേ. പിന്നെ ഞാൻ അവിടെ ക്രോക്കഡൈൽ ഗ്രില്ല് കണ്ടു. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഷാസ്ക മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ പട്ടായ മോളിൻ്റെ വെളിയിൽ തന്നെ ഇങ്ങനെ ലൈവ് മ്യൂസിക് ഷോ എല്ലാ ദിവസവും കാണും. അപ്പോൾ അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. എൻട്രി ഒക്കെ ഫ്രീ ആണ്. നമുക്കപ്പോൾ ഇച്ചിരി സമാധാനമായിട്ട് വന്നിരുന്ന് ചില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട്. കുറേ രാജ്യത്തു നിന്ന് എന്തോരം ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ചില്ല് ചെയ്ത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ചെയ്ത്. മോളിനകത്ത് ഇങ്ങനെ കുറേ ബാഗ്സൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അവിടെ ചെന്നതും ഷാസ്ക ഒരു സ്നാക്സ് പോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ചിക്കൻ കബാബ് സ്റ്റിക്ക് പോലെ ഒരു സാധനം, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഹണി ഗ്ലേസ്ഡ് ചിക്കൻ പോലെ. പിന്നെ വാങ്ങിച്ചതാണ് മാംഗോ സ്റ്റിക്കി റൈസ്. അതിൻ്റെ കൂടെ കോക്കനട്ട് മിൽക്കും മാംഗോയും. മാംഗോ ഫുള്ള് തിന്നത് ഹൈസാബിയാണ്, കുറച്ചേ നമുക്ക് കിട്ടിയുള്ളൂ. പിന്നെ ആ തേങ്ങാപ്പാൽ ഒഴിച്ച് ആ മാങ്ങയായിട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഡെസേർട്ടാണിത്. ഇത് മാത്രമാണ് നമ്മൾ കഴിച്ചത്, വേറൊന്നും കഴിച്ചില്ല. പിന്നെ ഹൈസാബിക്ക് ഒരു ഫ്രൈസും വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഷയാസിക്കായ്ക്കും ഇഷ്ടമുള്ളൊരു ഡിഷ് തന്നെയാണ് മാംഗോ സ്റ്റിക്കി റൈസ്. അങ്ങനെ ഹൈസാബിയും ഷയാസിക്കായും ഫ്രൈസൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് അവിടെയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് റെഡ് കാറിൽ കയറി റൂമിലോട്ട് പോയി. റെഡ് കാറിൽ ഇങ്ങനെ നിൽക്കാനും പറ്റും കേട്ടോ, 2 സൈഡിലായിട്ട്. അധികം തിരക്കാണെങ്കിൽ ആൾക്കാർ അവിടെ നിൽക്കും. പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടതാണെങ്കിൽ ആൾക്കാർ അവിടെ നിൽക്കും. ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അവിടുത്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ റെഡ് കാറും നൈറ്റ് മാർക്കറ്റ്സും. അവിടെ സ്മോക്കിംഗ്, വീഡ് സ്മോക്കിംഗ്, ഡ്രിങ്കിങ് എല്ലാം അലൗഡാണ്. പക്ഷേ ആരുടെ കാര്യത്തിൽ മൈൻഡ് ചെയ്യാനോ വഴക്കിടാനോ സ്റ്റെയർ ചെയ്ത് നോക്കാനോ അങ്ങനെ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും പോവാം. അതെനിക്ക് ഒരു നല്ല കാര്യമായിട്ട് തോന്നി. എല്ലാ സ്ഥലത്തും നമുക്ക് ഫുഡ് സ്റ്റോൾസ് കാണാൻ പറ്റും. നമ്മൾ കൊണ്ടുപോകുന്ന ബൈക്കിൻ്റെ സൈഡിലാണെങ്കിൽ ഒരു ഉന്തുവണ്ടിയിൽ ഫുഡ്സൊക്കെ കൊണ്ട് അവർ നടന്ന് വിൽക്കുന്നത് കാണാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത കുറേ നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നുണ്ട്. ടൈഗർ പാർക്ക് പോയത് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. So please don't forget to like, share and subscribe. Thank you for watching. Bye.